ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇടയത്താഴത്തിന് ജീരകക്കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ജീരകക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് തേങ്ങ, ജീരകം, ചെറിയുള്ളി ഇത് 3 നമുക്ക് അരച്ചെടുക്കാം. നമുക്കപ്പോൾ തേങ്ങ ഇടാം കേട്ടോ. തേങ്ങ, ജീരകം, ഉള്ളി അരച്ചെടുക്കാം. ഇന്നത്തെ ഇടയത്താഴത്തിന് നമ്മൾക്ക് ജീരകക്കഞ്ഞി. നമുക്ക് അരി കഴുകി കുക്കറിൽ ഇടാം. നമുക്ക് പച്ചരി എടുക്കാം, വെള്ളരി എടുക്കാം, ഇവിടെ കുത്തരി എടുത്തേക്കണം. അതായത് നമ്മൾ ചോറ് വെക്കണേ. എല്ലാവരും കൊണ്ട് ചോറ് വയ്ക്കില്ല അല്ലേ? കുക്കറിൽ നമ്മൾ അരി ഇട്ടു. ഇനി നമുക്ക് ഈ കുക്കറിലേക്ക് 1 സ്പൂൺ ഉലുവ, ഞാൻ ആ കഴുകി വെച്ചിട്ടുണ്ട്, ഈ ഉലുവ ഇതിലേക്ക് ഇടാം. ഇനി നമ്മൾ ഇടുന്നത് 1 സ്പൂൺ ആസാളി. ഞങ്ങളുടെ ഇവിടെ ആസാളി എന്ന് പറയും, നിങ്ങളുടെ ഇവിടെ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ എള്ളിൻ്റെ ബ്രൗൺ കളർ എള്ള്, കുറച്ചും കൂടെ സൈസ് കുറവാണ്, ബ്രൗൺ കളർ എള്ള് കണക്കിരിക്കും. അപ്പോൾ ഇത് 1 സ്പൂൺ നമുക്കിടാം. ഇത് 1 സ്പൂൺ ഇടാം. 1 സ്പൂൺ ആസാളി നമുക്കിടാം. ഇനി നമുക്ക് ഉപ്പിടാം, മെയിൻ സാധനം. ഇനി നമുക്ക് ഉപ്പിടാം. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വെച്ച് നല്ലോണം വേവിച്ചെടുക്കാം. അവിടെ ഒഴിക്കാം. എല്ലാം സെറ്റ് ചെയ്തതിന് നമുക്കിത് അടുപ്പത്ത് വെച്ച് വിസിലടുപ്പിച്ചിട്ടിരിക്കാം. ഇതിന് നമുക്കൊരു 10-20 മിനിറ്റ് അടുപ്പത്ത് വെക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വേവിച്ച ചോറിലേക്ക് അരച്ച് വെച്ച തേങ്ങാപ്പാലും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് തിളയ്ക്കണം. തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഇത്രേ ഉള്ളൂ, നമ്മുടെ ജീരകക്കഞ്ഞി ഇവിടെ സെറ്റ്. അപ്പോൾ നമ്മുടെ ജീരകക്കഞ്ഞി സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പം ഞങ്ങൾ ഇടയത്താഴെ എണീച്ചു ജീരകക്കഞ്ഞി കുടിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈന്തപ്പഴം ഗൈസ്, അപ്പോൾ ഇടയത്താഴം കഴിച്ചതിന് ശേഷം ഞാൻ ഇനി ബാങ്ക് വിളിക്കുന്നവരെ ഖുർആൻ ഓതും ഗൈസ്. അപ്പോൾ ഞാൻ ഓതി കഴിഞ്ഞു. ഇനി നിസ്കരിക്കണം. നമുക്ക് നോമ്പിൽ ഒരു 5-6 ദിവസത്തിൽ നമുക്ക് ഈ ഖത്തൊക്കെ ഓതി തീർക്കാൻ പറ്റും കേട്ടോ. ഒരു ഖത്ത് ഓതി തീർക്കാൻ പറ്റും. 5-6 ദിവസം മതി, 6 ദിവസം മതി. ഒരു ദിവസം 5 വെച്ച് നമ്മൾ ഓതി കഴിഞ്ഞാൽ 6 ദിവസം കൊണ്ട് നമുക്കൊരു ഖത്ത് മുഹൂർത്തേക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഈ ഇടയത്താഴം കഴിഞ്ഞ് ഇരിക്കുമ്പോൾ ഒരെണ്ണം ഓതും, ഒരു ജ്യൂസ് ഓതും. പിന്നെ ഉച്ചയ്ക്ക് രാവിലെ എപ്പോഴാണെന്ന് വെച്ചാൽ 2 ഓതും. പിന്നെ കഴിഞ്ഞിട്ട് 2 ഓതും. അങ്ങനെ മൊത്തം 5 ജ്യൂസ് ഒരു ദിവസം ഓതും. അപ്പോൾ 6 ദിവസം കൊണ്ട് നമുക്കൊരു ഖത്ത് ഓതി പൂർത്തിയാക്കാൻ പറ്റും. ഇപ്പം ഞാനൊരു ജ്യൂസ് ഓതി കഴിഞ്ഞു. ഇനിയിപ്പം നിസ്കരിക്കാൻ പോവാണ്. അപ്പോഴേക്കും കുട്ടി എണീച്ചു ഗൈസ്. അപ്പോൾ ആള് എഴുന്നേറ്റ് ഒന്ന് ഇവിടെ കിടന്ന് ഉറങ്ങുവാണ്. അപ്പോൾ ഇനി കൊച്ചിനെ അവിടെ കൊണ്ടേ കിടത്തി ഇറക്കണം, ഞാൻ നിസ്കരിക്കണം. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. അങ്ങനെ ബാങ്ക് വിളിച്ചപ്പോൾ ഞാൻ നിസ്കരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.